ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ കൊച്ചുമോൻ എല്ലാ അർത്ഥത്തിലും ഒരു യോദ്ധാവായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് മുത്തശ്ശൻ മുത്തശ്ശിയോട് ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുക. ഈ സമയത്താണ് പിന്നീട് നമ്മുടെ ആദർശ് AN ജ്വല്ലറിയിലേക്ക് തൻ്റെ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ ഡേവിഡിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മാനേജർ കണ്ടു. മാനേജർ കണ്ടപ്പോൾ ഇതാരാ വന്നിരിക്കുന്ന ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു ആദർശനോട്. അത് കഴിഞ്ഞപ്പോൾ ഡേവിഡ് സാറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഡേവിഡ് സാർ അകത്തുണ്ട്, പറയാമെന്നും പറഞ്ഞ് ഇയാൾ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ ആ സിംഗ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക. അങ്ങനെ ആദർശനോട് അകത്തേക്ക് കയറി ചെല്ലാനും അയാൾ പറഞ്ഞു. അത് പറഞ്ഞനുസരിച്ച് ആദർശാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ആദർശ് കയറി ചെന്നപ്പോൾ പുള്ളിക്കാരൻ വരണം ഹലോ മിസ്റ്റർ സിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയൊക്കെ കൊടുത്ത് എഴുന്നേറ്റ് നിന്നൊക്കെ കൈയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആദർശം ചെന്ന് കൈയൊക്കെ കൊടുത്തു ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ വാതോരാതെ അയാൾ സംസാരിക്കുക. ഏതാണ്ട് വലിയൊരു സംഭവമാണല്ലോ വന്നിരിക്കുന്നത്. അവരുടെ തലവര മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാളല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും ഇതൊക്കെ പ്രകടിപ്പിക്കണമല്ലോ. അതെല്ലാം നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഡേവിഡ് നമ്മുടെ ആദർശന് മുന്നിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയായി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ്, എനിക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റു ജ്വല്ലറികളെ ആശ്രയിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുമ്പം ഒരു തടസ്സവും ഇല്ല. സിംഗ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഡീലും കാര്യങ്ങളും നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യവും പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് ശരി, ഓക്കെ, അപ്പോൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി അതിനൊരു തടസ്സവും ഇല്ല. ഇത്രയും കാലം ഡയമണ്ട് കളക്ഷൻസ് എന്നുള്ളൊരു രംഗത്ത് നയന കളക്ഷൻസ് ആയിരുന്നു എല്ലാവരുടെയും ചോയ്സായി നിന്നിരുന്നത്. അതുപോലെ നമ്പർ 1 സ്ഥാനത്ത് ആ ഒരു ഇതായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റി മറിച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ കളക്ഷൻസ് എത്താൻ പോകുന്നത്. ഞാനത് കണ്ടിരുന്നു. എന്തായിരുന്നു ആ കളക്ഷൻ്റെ പേര്? മാളവിക കളക്ഷൻസ്. മാളവിക. അപ്പോൾ ആ ഒരു പേരിൽ ഞങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് ഇനി അങ്ങോട്ടേക്ക് കുതിച്ചുയരാൻ പോവുകയാണെന്നും നയനയുടെ ബ്രാൻഡ് നേരെ കുത്തനെ താഴേക്ക് വരാൻ പോവുകയാണെന്നൊക്കെ ഡേവിഡ് ഇരുന്ന് പറയുമ്പോൾ ആദർശിന് കലി വരുന്നുണ്ട്. ആദർശ് എന്നാലും ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഓക്കെ എന്നൊക്കെ പറയാം. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയിലെ ആ നയന കളക്ഷൻസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണെന്നും അതിനെ വെല്ലുവിളിക്കാനൊന്നും കഴിയുന്ന രീതിയിൽ ഒരു കളക്ഷൻസും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ആദർശ് പറയുമ്പം ഇതൊക്കെ വെറും ചീള് കേസാണ്. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഡിസൈനർക്ക് എന്തു ഡിസൈൻ പറഞ്ഞാലും അത് അതേപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ സെറ്റാക്കി തരുന്ന ഒരാളാണ് നമ്മുടെ ആൾ എന്നൊക്കെയുള്ള കാര്യം പറയുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു മാളവികയെക്കുറിച്ച് അങ്ങനെ പുകഴ്ത്തി അങ്ങ് വിടുക. പുകഴ്ത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ മാളവികയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ഡിസൈനറെ ഒന്ന് കാണാൻ കഴിയുമോ? കാരണം എൻ്റെ മനസ്സിലെ ഐഡിയകളും അതുപോലെ പുള്ളിക്കാരിയുടെ ആ ഒരു ഇതൊക്കെ ഇതാവുമോ എന്ന് അറിയാനായിട്ടാണെന്ന് പറയുമ്പോൾ വയനാട്ട് എന്തുകൊണ്ട് കാണാൻ പറ്റാഴികയൊന്നുമില്ല, നമുക്ക് ഉറപ്പായിട്ടും കാണണം. സിംഗ് മാളവികയെ കാണുകയും വേണം. ആ ഒരു വിശ്വാസം സിംഗിന് ഉണ്ടാവുകയും ചെയ്യണമെന്നൊക്കെ പറയുവാണ്. ഞങ്ങളുടെ ഡിസൈനർ മികച്ച ഒരാളാണെന്ന് സിംഗിന് ബോധ്യം വരണമല്ലോ എന്നും പറഞ്ഞു. ശരിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മാളവികയെ വിളിപ്പിക്കുക. അപ്പം മാളവിക തൻ്റെ ക്യാബിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ ഡേവിഡ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതനുസരിച്ച് മാളവിക അങ്ങോട്ടേക്ക് ചെന്നു. മാളവിക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിംഗ് ഇങ്ങനെ ഇരിക്കുന്നു. സിംഗിനെ നോക്കി കഴിഞ്ഞപ്പോൾ മാളവികയ്ക്ക് ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായി. മാളവിക ഇങ്ങനെ നിൽക്കാം. അപ്പോൾ എന്താ സാർ വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. മാളവിക ഒരാളെ പരിചയപ്പെടുത്താനാണെന്നും പറഞ്ഞ് നമ്മുടെ ആദർശിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കമ്പനിയിലേക്ക് വലിയൊരു ഓർഡറായിട്ട് വന്നതാണ് ഇദ്ദേഹമെന്നും അതുപോലെ തന്നെ മാളവിക ചെയ്യുന്ന ഈ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനും കൂടെ ബോധ്യപ്പെടണമെന്നും എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡീൽ ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഇത് പൂർണ്ണമായും വിജയിക്കണം, അതാണ് പറഞ്ഞത്. അപ്പം മാളവികയെ ഇദ്ദേഹത്തിന് പരിചയപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മിസ്റ്റർ സിംഗ് ഇതാണ് മാളവിക എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയെ കാണിച്ചു കൊടുക്കുന്നു. മാളവിക എന്നിട്ട് സിംഗിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സിംഗ് ആണെങ്കിലും മാളവികയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ AN ജ്വല്ലറിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഈ പൊട്ടൻ ഇതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഇരിക്കുന്നു, ഒന്നും മനസ്സിലാവാതെ. അങ്ങനെ ഈ സമയത്ത് ക്യാബിനിൽ ചെന്ന് മാളവിക തൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഒരു ഏകദേശം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം സംസാരിച്ചതിന് ശേഷം സിംഗും മാളവികയും കൂടെ ഡേവിഡിൻ്റെ അടുത്ത് നേരെ ക്യാബിനിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ
മാളവികയോട് ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാതിരിക്കുമോ സാർ എന്ന് മാളവിക ചോദിച്ചു. പിന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായിട്ടെല്ലാം നമ്മുടെ മാളവിക പറയുവാണ്. ഇവരുടെ പിന്നിൽ വളരെ ശക്തനായിട്ടൊരാളാണ് ഉള്ളതെന്ന കാര്യം മാളവിക പറഞ്ഞു. ഇയാൾ വെറും ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമ്മി മാത്രമാണെന്ന കാര്യവും പറയാം. എന്തൊരു കാര്യം ഇയാൾ ചെയ്യണമെങ്കിലും ഇയാളുടെ തലപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ മാത്രമേ ഇയാൾ ചെയ്യുള്ളൂ എന്നുള്ള കാര്യവും പറയണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ മാളവികയോട് പറഞ്ഞു, എടുക്കാവുന്ന ഡീറ്റെയിൽ മുഴുവനും എടുക്കണമെന്നും ഒരു സംശയം ആർക്കും തോന്നരുതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം പിന്നെ ഡേവിഡുമായിട്ട് വന്ന ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ഓക്കെ ആണെന്നും ഡിസൈനർ കൊള്ളാം, ഇതിനെ വിട്ട് കളയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൈയും കൊടുത്ത് നമ്മുടെ ആദർശം അവിടുന്ന് പോയി. തൊട്ടടുത്ത നിമിഷം ഡേവിഡ് ആണെങ്കിൽ ഡേവിഡിൻ്റെ മുതലാളിയെ വിളിച്ച് വിവരങ്ങളെല്ലാം അങ്ങനെ തന്നെ പറയുകയാണ്. മാളവികയെ വന്ന സിംഗിന് ഒരുപാട് ഇഷ്ടമായെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പർച്ചേസ് നടക്കുമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഡേവിഡ് ഇങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും അവളെ വിട്ട് കളഞ്ഞേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാഗേന്ദ്രനും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംസാരം അവർക്കിടയിൽ നടക്കുന്നു. ഇതേ നേരത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ദേവയാനിയും അതുപോലെ നയനയും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവയാനിക്ക് പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആവുക. അപ്പോൾ പോകാനുള്ള കാര്യങ്ങളും സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും, നീ ഇതെവിടെ പോയതായിരുന്നു മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്ത് പോയതാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം അമ്മ ഒരുപാട് ചോദ്യങ്ങളൊന്നും ആദർശേട്ടനോട് ചോദിക്കേണ്ട. പിന്നെ ജ്വല്ലറിയിൽ വേഷം മാറിയൊക്കെ ചെന്ന് ആദർശേട്ടനും ഞാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രവൃത്തികൾ എന്താണെന്നും അവരുടെ നീക്കങ്ങൾ എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ പിന്നിൽ ശക്തനായ ഒരാളുണ്ട്, അയാളെ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നതെന്നുള്ള കാര്യമൊക്കെ നയന ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഡേവിഡ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ, എന്തായാലും അന്വേഷിച്ചിട്ടുണ്ടാകും. അയാളെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയൊരു കമ്പനി കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന്. നമ്മുടെ കുടുംബത്തോട് നമ്മളോട് ശത്രുതയുള്ള ഏതോ ഒരു വലിയ എതിരാളി അയാളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അച്ഛന് നല്ലതുപോലെ അറിയാം. അത് കണ്ടുപിടിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രാവശ്യത്തെ വിഷു അത് കുറച്ചെങ്കിലും നമുക്ക് അനുകൂലമായി വന്നാൽ മതിയായിരുന്നു ദേവയാനി പറയുമ്പം അതമ്മ ഒട്ടും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ പ്രാവശ്യത്തെ വിഷു എന്തായാലും അവർ തന്നെ കൊണ്ടുപോകുന്നു, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആദർശം നയനയും ദേവയാനിയോട് പറയാം. ഈ വിഷു നമുക്ക് നഷ്ടപ്പെട്ടാലും പിന്നീട് അങ്ങോട്ട് നമുക്കൊരു വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കിടന്ന് ഈ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും ആദർശ് ദേവയാനിയോട് പറയുന്നു. പിന്നെ അമ്മ അറിയുന്ന കാര്യങ്ങളൊന്നും അമ്മ ഒരു രീതിയിലും പുറത്ത് വിടരുതെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതെന്താണ് മോനെ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല അമ്മ, എനിക്ക് ശരിക്കും പേടിയായതുകൊണ്ടാണെന്ന് ആദർശ് ഇങ്ങനെ പറയാം. അപ്പോൾ അവർ തമ്മിൽ ഈ ഒരു സംസാരം എല്ലാം കഴിഞ്ഞ് ദേവയാനി അങ്ങോട്ടേക്ക് പോയിട്ട് വന്നിട്ട് നനയോട് നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കിയിട്ട് ദേവയാനിയും കൊച്ചുവന്ന് പോയി. പിന്നെ ചന്തുമോളെയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കുറേ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുത്തശ്ശിയോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പോണേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ അബിയും നവ്യയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അബി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പുതിയ മാളവിക കളക്ഷൻസിനെ പറ്റിയും അതുപോലെ തന്നെ പുതിയ സിംഗ് വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം മാളവികയാണ് അവർ പൊക്കി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യ ഒരു ലേശം പുറകോട്ട് വലിഞ്ഞു. അപ്പോൾ നവ്യയെ പുറകോട്ട് വലിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അബിക്ക് പേടി. നവ്യ വന്നിങ്ങനെ മാളവിയെ കുറിച്ച് പറയുമ്പോൾ അബിക്കൊരു പേടി. എടി, ഈ AN ജ്വല്ലറി എന്ന് പറയുന്നവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല. മാത്രമല്ല അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അനന്തമൂർത്തിയുടെ കുടുംബത്തിലും അതുപോലെ തന്നെ ജ്വല്ലറിയായ മൂർത്തീസ് ജ്വല്ലറിയിലും സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കിനിയിപ്പോൾ ഒരുപാട് നമ്മളിലേക്ക് ഇത് ആവേണ്ട കാര്യമില്ല. ഇനി പുതിയൊരാൾ വരുമ്പോൾ നമ്മളെ അവർ പതുക്കെ ചവിട്ടി വലിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നവ്യയോട് പറയുവാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ, അങ്ങനെ സംഭവിക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും അവർ നമ്മൾക്ക് ഇത്രയും സാലറി ഒന്നും തന്നിങ്ങനെ നിർത്തില്ലായിരുന്നു എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുക കേട്ടോ. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല നവ്യ. എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. AN ജ്വല്ലറി എന്ന് പറയുന്ന ജ്വല്ലറി ഇപ്പോൾ വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവർക്ക് നേട്ടമില്ലാത്ത ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല. ഇപ്പോഴേ അതിനു വേണ്ടിയിട്ടാണ് ആ മാളവികയെ അവർ ഇതുപോലെ പ്രശംസിച്ചും അതുപോലെ മാളവികയെക്കുറിച്ച് പരസ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. നീ ഇത് തന്നെ നോക്കിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നു. മാളവിക കളക്ഷൻസ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഇത് നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നവ്യയ്ക്കും അത് കണ്ടപ്പോൾ ഒരു ടെൻഷൻ, ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി.
അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണമെന്നും കിട്ടാവുന്നിടത്തോളം ക്യാഷ് അവരിൽ നിന്ന് മേടിച്ചെടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എടാ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര കാര്യം തന്നെയാണ്, നീ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ചിന്തിക്കണമെന്നൊക്കെ ചോദിച്ചു. ചിന്തിക്കണം നബിയെ, നമ്മളെല്ലാ വഴികളും ചിന്തിക്കണം. നാളെ ഒരുത്തി അല്ലെങ്കിൽ കയറി വരുമ്പോൾ നിൻ്റെ സ്ഥാനം അവിടുന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അവരിൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവിടെ നമ്മുടെ കാര്യമെല്ലാം അവസാനിക്കില്ലേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുറ്റക്കാരാക്കാൻ വേണ്ടി ഓരോരുത്തർ ഓടി നടക്കുക, അങ്ങനെയുള്ളപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയി എന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. 2 വർഷത്തേക്കാണല്ലോ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ നബിയ പറയുമ്പം അത് നമുക്ക് കുഴപ്പമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്കാണ് ആ എഗ്രിമെൻറ്റ് വിച്ഛേദിച്ച് ഇറങ്ങി പോരാൻ പറ്റാത്തത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന കാര്യവും പറഞ്ഞ് നബി കാര്യങ്ങളെല്ലാം നബിക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിൻ്റെ ആദ്യം തീയും തിന്ന് നിൽക്കാൻ ജ്വല്ലറിക്കാർ നബി അടിച്ച് പുറത്താക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം വന്ന് ഇവർ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് നമ്മുടെ നന്ദുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, നന്ദു വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയിരിക്കുന്നു. നന്ദു ആണെന്നുണ്ടെങ്കിൽ അനിയെ കുറേ നേരം വിളിച്ചു, അനിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. നന്ദു ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിക്കണ നേരത്ത് നന്ദു അവരായിരിക്കും എന്ന് ഓർത്ത് ഓടി ചെന്ന് ഡോറ് തുറന്നപ്പോൾ കാണുന്നത് വേറെ ആരെയല്ല, നമ്മുടെ നവീനെ കണ്ടപ്പോഴത്തേക്കും നന്ദു ഒന്ന് അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഇതാരാ ഇത്? നവീനേട്ടനോ? നവീനേട്ടൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പം അതെന്തൊരു ചോദ്യമാണോ, തൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്താ മോശമാണോ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞല്ല കേട്ടോ, അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവരില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം, നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ട ഒരു കേക്കല്ലേ മുറിച്ചുള്ളൂ, ബർത്ത്ഡേ ആയിട്ട് തനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഗിഫ്റ്റോ, ഇപ്പം എന്തിനാ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിച്ചു. ഇന്നല്ലാതെ പിന്നെ എപ്പോഴാണ് ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്താ ഗിഫ്റ്റ് കൊണ്ടുവന്നതെന്ന് നേരം നന്ദു ചോദിച്ചു. കയ്യിലുണ്ടായിരുന്ന ഒരു റിങ്ങിൻ്റെ ഒരു ബോക്സ് അത് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ആ റിങ് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ദൈവമേ സ്വർണ്ണോ, എനിക്ക് ഗിഫ്റ്റ് ആയിട്ടോ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നവീനേട്ടാ, ഇത്രയും വിലപിടിപ്പുള്ള അതും ഈ സ്വർണ്ണത്തിന് ഈ വില നിൽക്കുമ്പോൾ. എടോ നമുക്ക് പ്രിയപ്പെട്ടവർക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ വില നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു വില നോക്കിയാണോ ഗിഫ്റ്റൊക്കെ കൊടുക്കണേന്നൊക്കെ ചോദിക്കുക. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല നവീനേട്ടാ, താൻ ഇനി എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും എന്തായാലും ഞാനിതിപ്പോൾ തനിക്ക് കൊണ്ടുവന്ന് പോയില്ലേ, താനിത് കയ്യിൽ അണിയാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട പിറന്നാളുകാരിക്ക് ഞാൻ തന്നെ ഇത് അണിയിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ നിർബന്ധിച്ച് നന്ദുവിൻ്റെ വിരളിലേക്ക് ഈ മോതിരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗിഫ്റ്റ് കിട്ടി, ഇഷ്ടപ്പെട്ടോ തനിക്കെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല നവീനേട്ടാന്ന് പറഞ്ഞു. നവീനേട്ടൻ അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നവീനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറി പോവുക. അപ്പോൾ അകത്തേക്ക് കയറി ചെന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അച്ഛനും അമ്മയും എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. അവർ അമ്പലത്തിൽ പോയി, ഞാൻ ഇന്നലെ രാത്രി വൈകി വന്നതുകൊണ്ടേ അവർ എന്നെ കൂട്ടാതെ പോയതാ. എല്ലാ കൊല്ലവും എൻ്റെ പിറന്നാളിന് അവരിങ്ങനെ പോയി ചെയ്യും. പിന്നെ നയനേച്ചിയായിരുന്നു എല്ലാം ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ഇപ്പോൾ അവരുടെ കാര്യമൊക്കെ നവീനെന്ന് അറിയാലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആഘോഷങ്ങളൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും നന്നായി അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും നവീൻ അന്നേരം പറയാം. എന്നിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീനേട്ടൻ ഇങ്ങനെ എൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ച് അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ തന്ന് നടന്നാൽ മതിയോ, നവീനേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അനി വരിക വിളിക്കുമോ വല്ലതും ചെയ്തോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അവൻ വന്നതും ഇല്ല വിളിച്ചതും ഇല്ല എന്ന് പറഞ്ഞു. അവനിപ്പോൾ ഭയങ്കര തിരക്കല്ലേ, മൂർത്തി ജ്വല്ലറിയിലെ ഉത്തരവാദിത്വങ്ങൾ മുഴുവനും അവൻ്റെ തലയിലായതുകൊണ്ട് അവന് നിന്ന് തിരിയാൻ സമയം കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം അവൻ വിളിക്കാത്തതും വരാത്തതും എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അവനെ രാവിലെ വിളിച്ചപ്പോഴും അത്ര വലിയ സുഖത്തിലല്ല ആശാൻ സംസാരിച്ചത്, ഒരു MD-യുടേതായ ഗൗരവമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവീൻ പറയാം. അപ്പോൾ എന്തായാലും അങ്ങനെ സംസാരിച്ചു, ഫോൺ അങ്ങ് കട്ട് ചെയ്ത കാര്യവും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നവീനേട്ടൻ്റെ കാര്യം പറയാനായിട്ട് നന്ദു പറയാം. എന്താ നവീനേട്ടൻ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്, ഒരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ, എന്നും ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് തരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നവീനേട്ടനാണെങ്കിൽ ഒരു ക്ലൂ പോലും ഇട്ട് തരുന്നില്ല. പിന്നെ എങ്ങനെയാണ് പെൺകുട്ടി ഞങ്ങൾ കണ്ടെത്തുമെന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് നമുക്കതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനി നീക്കുപോക്ക് ഉണ്ടാക്കാൻ അധികം താമസമൊന്നും ഇല്ല എന്ന് നവീൻ പറയാം. അതെന്താ, നവീനേട്ടൻ എല്ലാവരോടും എല്ലാം പറയാൻ തീരുമാനിച്ചു. ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞോ? അവളോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്.
എന്നാൽ പിന്നെ എന്നോടും കൂടി ഒന്ന് പറ, ആരാ പെൺകുട്ടി എന്നൊന്ന് പറ, ഞാനും കൂടെ അറിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി പറയാം എന്ന് പറയുമ്പോൾ ശരി, തൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനിയും ഞാനത് പറയാതിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് പറയാനുള്ള സമയം ഒരുപാട് കടന്നു പോവുകയും ചെയ്തു. ഇന്നത്തെ ദിവസത്തെ പോലെ ആ കാര്യം അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് അത് പറയാൻ എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ദിവസവും ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യവും പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് പറ, ആരാ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് കീഴടക്കുക അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ മുഖഭാവം അങ്ങ് മാറി. എൻ്റെ ഈശ്വര എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പോലീസുകാരി നന്ദു തന്നെയാണെന്ന് നവീൻ നന്ദുവിനോട് പറയുമ്പോൾ നന്ദു അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുക. നന്ദുവിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. നന്ദു ആകെ സ്തംഭിച്ചു പോയിട്ടോ, എന്തു പറയണമെന്നറിയില്ല. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നന്ദു ആണെന്ന് നവീൻ പറയുമ്പോൾ പാവം നന്ദു ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥ പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.